ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകവും എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ലോങ് വീഡിയോയിൽ എങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം സംസാരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരികയാണ്. ഇഫ് someone came to our house and we usually says to them, बैठिए आराम से बैठिए, പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ഓർ പ്ലീസ് സിറ്റ് ഡൗൺ. ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് എടുത്തുകൊണ്ട് നിൽക്കാനല്ല പറയാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാറുണ്ട് നമ്മളല്ലേ, ഇരിക്കൂ, നമ്മുടെ ഭവ്യത അല്ലേ. അതുപോലെ അത് ഞാൻ മറ്റൊരു ഭാഷയിൽ പറയാം, നേപ്പാളിമേ തൂ തിമി തപ്പായി, ബട്ട് ഇൻ ഇംഗ്ലീഷ് ഓൺലി യു. അത് നീ ആവാം, നിങ്ങളാവാം, താങ്കളാവാം അല്ലേ. എന്നാൽ മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ഇത് മൂന്നുമുണ്ട്, നീ, നിങ്ങൾ, താങ്കൾ. എന്നാൽ ഇംഗ്ലീഷിൽ ഓൺലി യു, അതാരുമാവാം. മനസ്സിലായില്ലേ? അപ്പോൾ നേപ്പാളിമേ ഞാൻ പറഞ്ഞു തീ എന്ന് പറഞ്ഞാൽ നീ, തിമി നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ, നിങ്ങൾ, തപ്പായി എന്ന് പറഞ്ഞാൽ ആപ്പ് താങ്കൾ. അത് കുറേ ഭാഷകളുണ്ട്. ഇറ്റ്സ് റിസംബിൾസ് ഐ തിങ്ക് ബംഗാളി, അസാമി ആൻഡ് ഒറിയ ആൻഡ് ദെൻ ഹിയർ ഇൻ മണിപ്പൂരി, സോ മെനി ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. എനിവേ, അപ്പോൾ അതങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതുപോലെ അടുത്തത് ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഇപ്പോഴെവിടെ നിന്ന് വരുന്നു ചോദിക്കാം അല്ലേ. വെർ ആർ യു കമ്മിങ് നൗ, താങ്കൾ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു. ആപ്പ് ലോഗ് കഹാം സേ ആ രഹി ഹെ അപ്പ്, ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു. അപ്പോൾ അയാൾ പറയാം ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നു. മേ മാർക്കറ്റ് സേ ആ രഹി ഹെ, ഐ ആം കമ്മിങ് ഫ്രം ദി മാർക്കറ്റ്, ഓർ ഐ ആം കമ്മിങ് ഫ്രം ദി ഓഫീസ്. ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരുന്നു എന്നൊക്കെ അത് പറയാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാം അല്ലേ, നിങ്ങളുടെ കുടുംബം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ആപ്കാ പരിവാർ കഹാം ഹെ ഓർ കഹാം സേ രക്തി ഹെ, നിങ്ങളുടെ കുടുംബം എവിടെയാണ് അല്ലെങ്കിൽ എവിടെ താമസിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മേരാ പരിവാർ ഇധർ സേ, ഇധർ പാസ് മേ രക്തി ഹെ, അല്ലെ ഇധർ പാസ് മേ രക്തി ഹെ. മൈ ഫാമിലി സ്റ്റേയിങ് ഓർ ലിവിങ് നിയർ ബൈ യുവർ ഹൗസ് എന്ന് പറയാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസം. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അഗൈനായി റിമെമ്പർ യു വാച്ച് മൈ ചാനൽ ഇൻ യൂട്യൂബ്, സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ. യു മസ്റ്റ് സബ്സ്ക്രൈബ്, അല്ലെങ്കിൽ otherwise you can get the continuation of the classes. Okay, then in Facebook and Instagram, step up with English 108. Okay, then see you in my another video.